നമുക്കൊരു നിമിഷം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ത്രിത്വൈക ദൈവം വസിക്കുന്നു. ആ ത്രിത്വൈക ദൈവം നമ്മുടെ ബുദ്ധിയിലോ ബോധ്യത്തിലോ ഒന്നും ആ ദൈവത്തിൻ്റെ ഒരു പോയിന്റ് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അനന്തമാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ കയ്യിൽ ത്രാസിലെ തരി പോലെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ വളരെ വിലപ്പെട്ടവരാണ്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ മഹത്വവും വ്യാപ്തിയും നമുക്കൊരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റില്ല. വിശുദ്ധ തോമസ് അക്വീനാസ് എന്തോരം പുസ്തകങ്ങൾ എഴുതി. അതാണ് സഭയുടെ തിയോളജിക്കൽ ട്രഷർ. അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് വെറും വൈക്കോലിന് തുല്യമായിട്ട് ആ അനന്തമായ ജ്ഞാനത്തെ തുലനം ചെയ്യുമ്പോൾ ഇതെല്ലാം വെറും വൈക്കോല് പോലെയാണ്. എല്ലാ വിശുദ്ധരും ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അങ്ങ് വളരാൻ തുടങ്ങിയിട്ട് പറയുന്നു, ദൈവമേ, ഇതെന്തോ ഒരു വലിയ ജ്ഞാനമാണ്. നമ്മളുടെ ഈ ജീവിതകാലത്തിൽ മുഴുവനും ധ്യാനിച്ചാലും പഠിച്ചാലും തീരില്ല. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആത്മാവിൽ, എന്നാൽ ആത്മാവ് അതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവ് വളരെ സന്തോഷത്തോടെ മനുഷ്യ മക്കൾക്ക് പകരുന്നു. കാരണം എങ്കിലേ ഇത് ലോകത്തിൽ പകരുകയുള്ളൂ. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വാസ്തവത്തിൽ ദാഹിക്കുക, നമ്മുടെ ആത്മാവിലേക്ക് അത് പകരാൻ ദാഹിക്കുക. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ഞങ്ങളിൽ പകരണമേ. അങ്ങനെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ചെന്ന് അവിടെ ഇരുട്ട്, കൂനിരുട്ട്, കനത്ത രാത്രി മാത്രമാണ് അവിടെ. എന്ന് പറഞ്ഞാൽ നിഗൂഢതയുടെ ഏറ്റവും ശക്തമായ അവസ്ഥയാണത്. വിശ്വാസം മാത്രം. അവിടെ ദൈവം വസിക്കുന്നു എന്ന് വിശ്വസിക്കുക. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മൾക്ക് വെളിപാട് നൽകുന്നു, നമ്മളെ ദൈവിക രഹസ്യങ്ങളുടെ കലവറ തുറക്കുന്നു.
ഒരു അപ്പോസ്തല പ്രവർത്തനത്തിലെ ഒരു ഭാഗം വായിക്കാൻ മനസ്സിലേക്ക് വരികയാണ്. ഇപ്പോൾ കൊർന്നേലിയോസിൻ്റെ വീട്ടിലേക്ക് പത്രോസ് പോകാനിടയായ ഭാഗമാണ്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ 9 മുതൽ. അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. 6-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 12 മണി സമയം. അവന് വിശന്നു. എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നി. അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു ദിവ്യ അനുഭൂതി ഉണ്ടായി, ഒരു ദർശനം ഉണ്ടായി. അവന് ഒരു ദിവ്യ അനുഭൂതി ഉണ്ടായി. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ 9 മുതലാണ്. 11-ാമത്തെ വചനമാണ് ഇപ്പോൾ വായിക്കുന്നത്. അവന് ഒരു ദിവ്യ അനുഭൂതി ഉണ്ടായി. സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ കണ്ടു. ഭൂമിയിലെ എല്ലാത്തരം നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശപ്പറവുകളും അതിലുണ്ടായിരുന്നു. ഒരു സ്വരവും അവൻ കേട്ടു, പത്രോസേ, എഴുന്നേറ്റ് എഴുന്നേൽക്കൂ, നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഒരിക്കലുമില്ല. മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. രണ്ടാമതും അവൻ ആ സ്വരം കേട്ടു, ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത്. എല്ലാവരും നേറ്റ് പറഞ്ഞേ, ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ, മൂന്നാം പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഉടനെ തന്നെ പാത്രം ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. താൻ കണ്ട ദർശനത്തിൻ്റെ അർത്ഥമെന്തെന്ന് പത്രോസ് സംശയിച്ച് നിൽക്കുമ്പോൾ കൊർന്നേലിയോസ് അയച്ച ആളുകൾ ശിമിയോൻ്റെ വീട് അന്വേഷിച്ച് പടിവാതിക്കൽ നിൽപ്പുണ്ടായിരുന്നു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോൻ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് അവർ വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു, ഇതാ 3 പേർ നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക. എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. പത്രോസ് താഴെ വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെ. നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ത്? അവർ പറഞ്ഞു, നീതിമാനും ദൈവഭയമുള്ളവനും യഹൂദജനത്തിന് മുഴുവൻ സമ്മതനുമായ കൊർന്നേലിയോസ് എന്ന ശതാധിപൻ നിന്നെ ആളയച്ച് വീട്ടിലേക്ക് കൊണ്ടുചെല്ലണമെന്നും നിന്റെ വാക്കുകൾ കേൾക്കണമെന്നും ദൈവദൂതനിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. അവൻ അവരെ അകത്തേക്ക് വിളിച്ചു അവിടെ താമസിപ്പിച്ചു. അടുത്ത ദിവസം അവൻ അവരോടൊപ്പം പുറപ്പെട്ടു. യോപ്പായിൽ നിന്നുള്ള ചില സഹോദരന്മാരും അവനെ അനുയാത്ര ചെയ്തു. പിറ്റേ ദിവസം അവർ കേസറിയായിലെത്തി. കൊർന്നേലിയോസ് തൻ്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി. അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കൊർന്നേലിയോസ് അവനെ സ്വീകരിച്ചു, കാൽക്കൽ വീണ് നമസ്കരിച്ചു. എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംസാരിച്ചുകൊണ്ട് പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ വളരെ പേർ അവിടെ കൂടിയിരിക്കുന്നത് കണ്ട് അവൻ അവരോട് പറഞ്ഞു,
മറ്റൊരു വർഗക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദന് എത്രയോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെയും അശുദ്ധനെന്ന് വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾ എനിക്ക് ആളയച്ചപ്പോൾ യാതൊരു തടസ്സവും പറയാതെ ഞാൻ വരികയാണ് ചെയ്തത്. എന്തിനാണ് നിങ്ങൾ എന്നെ ആളയച്ചതെന്ന് പറയുവിൻ. കൊർന്നേല്യോസ് മറുപടി പറഞ്ഞു, 4 ദിവസം മുമ്പ് ഈ സമയത്ത് വീട്ടിൽ വെച്ച് ഞാൻ 9-ാം മണിക്കൂറിലെ പ്രാർത്ഥന നടത്തുകയായിരുന്നു. പെട്ടെന്ന് തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു, കൊർന്നേല്യോസേ, ദൈവസന്നിധിയിൽ നിൻ്റെ പ്രാർത്ഥനകൾ എത്തുകയും ദൈവം നിൻ്റെ ദാനധർമ്മങ്ങൾ അനുസ്മരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോനെ വരുത്തുക. കടത്തീരത്ത് തുകൽപ്പണിക്കാരനായ ശിമിയോൻ്റെ വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. അതുകൊണ്ട് നിന്നെ വിളിക്കാൻ ഞാൻ ഉടനെ ആളയച്ചു. നീ സൗമനസ്യത്തോടെ ഇവിടെ വരികയും ചെയ്തു. കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ദൈവസന്നിധിയിൽ ഞങ്ങളെല്ലാം സന്നിഹിതരായിരിക്കുന്നു. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ ആരംഭിച്ച യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല, സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നവരും അത് കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാനജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനസ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു. കുറേ ദിവസം തങ്ങളോടുകൂടെ താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു. പത്രോസിൻ്റെ ന്യായവാദം. വിജാതീയരും ദൈവവചനം സ്വീകരിച്ചുവെന്ന് യൂദായിലുണ്ടായിരുന്ന അപ്പസ്തോലന്മാരും സഹോദരനും കേട്ടു. തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ
പരിച്ഛേദനവാദികൾ അവനെ എതിർത്തു. അവർ ചോദിച്ചു, അപരിച്ഛേദരുടെ അടുക്കൽ നീ പോവുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? പത്രോസ് അവരോടെല്ലാം ക്രമമായി വിശദീകരിക്കാൻ തുടങ്ങി. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിലൊരു ദർശനമുണ്ടായി. സ്വർഗത്തിൽ നിന്നും വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം 4 കോണിലും പിടിച്ചിറക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ അടുത്ത് വന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ 4 കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവുകളെയും കണ്ടു. എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, പത്രോസേ, എഴുന്നേൽക്കുക, നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, കർത്താവേ, ഒരിക്കലുമില്ല. ഹീനമോ അശുദ്ധമോ ആയ യാതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് രണ്ടാമത് ഒരു സ്വരം പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത്. 3-ാം പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. പിന്നീടെല്ലാം സ്വർഗത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടു. അപ്പോൾ തന്നെ കേസറിയായിൽ നിന്നിൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ട 3 പേർ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെത്തി. ഒരു സന്ദേഹവും കൂടാതെ അവരോടൊപ്പം പോകാൻ എനിക്ക് ആത്മാവിൻ്റെ നിർദ്ദേശമുണ്ടായി. ഈ 6 സഹോദരന്മാരും എന്നെ അനുയാത്ര ചെയ്തു. ഞങ്ങൾ ആ മനുഷ്യൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. തൻ്റെ ഭവനത്തിലൊരു ദൂതൻ നിൽക്കുന്നതായി കണ്ടുവെന്നും അവനിങ്ങനെ അറിയിച്ചുവെന്നും അവൻ പറഞ്ഞു. നീ യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ വരുത്തുക. നിനക്ക് നിന്റെ ഭവനത്തിന് മുഴുവനും രക്ഷ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വാർത്തകൾ ഓർത്തു. യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേകും. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്ക് അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ്? ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്ക് ദൈവം പ്രദാനം ചെയ്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം ശുദ്ധീകരിച്ചിരിക്കുന്നവ മലിനമാണെന്ന് നീ കണക്കാക്കരുത്. എന്താണ്? ആരാണ് ഈ ദൈവം ശുദ്ധീകരിച്ചിരിക്കുന്നവ? വിജാതീയർ മാത്രം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരെയും എങ്ങനെ ദൈവം ശുദ്ധീകരിച്ചു? യേശുക്രിസ്തുവിലൂടെയുള്ള യേശുവിൻ്റെ പീഡാസഹനവും യേശുവിൻ്റെ ബലി. അതാണ് മനുഷ്യവംശത്തിൻ്റെ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പുസ്തകത്തിൽ ഡോമിനം വിവിഫിക്കാൻഡം എന്ന ചാക്രിക ലേഖനത്തിൽ പുസ്തകത്തിൽ ആ ചാക്രിക ലേഖനത്തിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഭയങ്കര തിയോളജി ഒന്നും പഠിപ്പിക്കാനല്ല ഞാനിത് എഴുതുന്നത്. മറിച്ച് the main purpose is to develop in the church the awareness that she is compelled by the Holy Spirit to do her part toward the full revelation of the will of God, who has established Christ as the source of salvation for the whole world. അതായത് ഇവിടെ പ്രധാനമായിട്ടും ഈ രഹസ്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. ഒരു സെക്കൻഡ്, 15
സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ലൂമൻ ജെൻഷ്യം 17 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്. സഭ ഷീ ഈസ് കമ്പൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. സഭ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധയാണ് ടു ഡു ഹെർ പാർട്ട് ടുവേർഡ്സ്, അവളുടെ പങ്ക് വഹിക്കാൻ, ടുവേർഡ്സ് ഫുൾ റിയലൈസേഷൻ ഓഫ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി റിയലൈസേഷൻ, പൂർണ്ണമായി അനുഭവമാകാൻ വേണ്ടി. ഹു ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ക്രൈസ്റ്റ് ആസ് ദ സോഴ്സ് ഓഫ് സാൽവേഷൻ ഫോർ ദ ഹോൾ വേൾഡ്. ദൈവം ക്രിസ്തുവിനെ സമസ്ത ലോകം മുഴുവനും വേണ്ടിയുള്ള രക്ഷയുടെ സ്രോതസ്സാക്കി ഇരിക്കുന്നു എന്നുള്ള ആ രഹസ്യം വെളിപ്പെടുത്താൻ വേണ്ടി സഭ നിർബന്ധയാണ്. അപ്പോൾ ആ കാര്യമാണ് ഡോമിനം വിഫിക്കാന്തത്തിലൂടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. അത് ഈശോ തന്നെ പറഞ്ഞു, അവൻ വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഞാൻ പറയുമ്പോൾ വിമർശിക്കാമെന്ന് വിചാരിക്കരുത്. ചില കാര്യം പറഞ്ഞ് അങ്ങനെയല്ലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഭൗതികമായ കുറേ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഭൗതികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് കിട്ടും. പക്ഷെ അപ്പം എന്ത് നമുക്ക് കിട്ടുന്നില്ല? ദൈവികമായ വെളിപാടുകൾ. ഇത് കണ്ടു, ഇപ്പോൾ ഈ ദർശനം കണ്ടോ? അപ്പോൾ ഇപ്പോൾ പത്രോസിന് കിട്ടിയ മാതിരി ഈ ഒരു ദർശനം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വിചാരിക്കും? പശുവിനെ വളർത്താനായിരിക്കുമോ? പശു, പോത്തും പന്നിയും താറാവും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ദൈവമേ, ഈ ദർശനങ്ങൾ ഒന്നും മാനുഷിക ബോധ്യത്തിലൂടെയോ ഈ എന്താ പറയണേ മെറ്റീരിയൽ ഭൗതിക അർത്ഥത്തിലല്ല വ്യാഖ്യാനിക്കേണ്ടത്. പെട്ടെന്ന് ടോക്ക് വേറെ ഡയറക്ഷനിൽ പോകാനല്ലോ. എന്നാലൊന്ന് സൂചിപ്പിച്ചേക്കാം, നമ്മൾക്കെല്ലാം വരദാനങ്ങൾ ഇവിടെ പ്രവർത്തനമാകണം. ഈ വരദാനങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം, ഈ വരദാനങ്ങളെല്ലാം നമ്മളിൽ തന്നിട്ടുണ്ടെന്നും അത് ആത്മീയ ഉത്കൃഷ്ടത്തിനായിട്ടാണ്. 1 കൊരിന്ത്യർ 14:26 അത് ആത്മീയ ഉത്കൃഷ്ടത്തിനായിട്ടാണ്. നമ്മളുടെ പ്രയാസം കൊണ്ട് ബ്രദറിൻ്റെ അടുത്ത് നിന്ന് കൗൺസിലിങ്ങിന് പോയി ആ ദർശനം വെച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ, നമുക്ക് വിസ കിട്ടുമോ, കൊച്ചിൻ്റെ കല്യാണം നടക്കുമോ, ആ സ്ഥലം വിൽക്കുമോ, അയാളുടെ ഫാക്ടറി പണിയണം. ഇതൊന്നും ദർശനത്തിൽ കിട്ടുന്ന കാര്യമല്ല. എന്നാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദർശനം കാണും. ദർശനം കാണുന്നത് അതിൻ്റെ അർത്ഥം ആത്മീയമായ ഒരു ഉത്കൃഷ്ടത്തിന് വേണ്ടിയാണ്. ഞാൻ വർഷങ്ങളായിട്ട് പറയുന്നൊരു ഉദാഹരണം കേട്ട് മുഷിഞ്ഞിട്ടുണ്ടാകും ചിലവർ. പക്ഷെ ഇതുപോലെ ഒരു സംഭവം എൻ്റെ ഒരു കണ്ണ് തുറപ്പിച്ച ഒരു സംഭവമാണത്. ആദ്യമായിട്ട് ചില കാര്യങ്ങളിങ്ങനെ ആദ്യം കേൾക്കുമ്പോൾ നമുക്കങ്ങ് ഷോക്ക് അടിച്ചു പോയിട്ടില്ലേ? അതാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാം? അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ധ്യാനത്തിന് ചെന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ 2 ഫിഷിംഗ് ബോട്ട് 2 വർഷമായിട്ട് ഓടണില്ല, എന്താ കാരണം എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സ്നേഹിത, ഇതൊന്നും ഇങ്ങനെ ദർശനപരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനുള്ളതല്ല. അതെന്താ? ദർശനപരം ആത്മീയ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്.
അപ്പം ഇദ്ദേഹത്തിന് ഇത്തിരി ചെറിയൊരു ദേഷ്യം വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, സാറിനെ പോലെയുള്ള ഒരാൾ, വേറൊക്കെ പറഞ്ഞു, ഒരാൾ ദർശനം കിട്ടിയതനുസരിച്ചിട്ടാണ് ഞാൻ ഈ 2 ബോട്ട് മേടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, 2 ഫിഷിംഗ്, എന്ത് വിലയാവും ഒരു ഫിഷിംഗ് ബോട്ടിന്? എത്ര ലക്ഷം രൂപ ചെലവാക്കി 2 ഫിഷിംഗ് ബോട്ട് ഇയാൾ മേടിച്ചു. പക്ഷേ മേടിച്ചപ്പോൾ മുതൽ ബോട്ട് വെറുതെ കിടക്കാം. ഇയാൾ പലിശ കൊടുത്ത് മുടിയണു, ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റണില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാട് എവിടെയാണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് ഒരു മലമ്പ്രദേശത്ത് മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കശുമാവും തോപ്പാണ് അദ്ദേഹത്തിൻ്റെ കൃഷി. അദ്ദേഹത്തിന് ഈ ബോട്ട് മത്സ്യബന്ധനത്തെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ ഇയാളെ ഇപ്പോൾ പ്രശ്നത്തിന് പരിഹാരം കാണണ്ടേ അദ്ദേഹത്തിൻ്റെ? നമ്മുടെ അടുത്തൊരു കാര്യത്തിന് വന്നാൽ സഹായിക്കണ്ടേ? ഞാൻ ചോദിച്ചു, എന്താണ് ദർശനം കിട്ടിയെന്ന് പറയണത്? ദർശനം കണ്ടു, അദ്ദേഹം 2 ഫിഷിംഗ് ബോട്ട് ദർശനത്തിൽ കണ്ടു. അത് തീർച്ചയായിട്ടും കണ്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കർത്താവ് കാണിച്ചു തരികയാണ്, 2 ഫിഷിംഗ് ബോട്ട് ഞാൻ കാണുന്നു, അതുകൊണ്ട് നിങ്ങൾ ഫിഷിംഗ് ബോട്ട് മേടിച്ച് ആ ബിസിനസ് തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെയാണ് ഒരു പ്രശ്നം. ദർശനത്തിൽ കാണുന്നതൊന്ന്, അതിൻ്റെ വ്യാഖ്യാനം മറ്റൊന്ന്. ദർശനത്തിൽ കാണുമ്പോൾ അത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാതെ ദൈവാത്മാവിൻ്റെ വെളിപാടിന് വ്യാഖ്യാനിക്കണം, ദൈവിക ജ്ഞാനത്തിലൂടെ വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് ആത്മീയമായ ഒരർത്ഥമായിരിക്കും അതിന്. അതിപ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടാ. അദ്ദേഹം അങ്ങനെ വ്യാഖ്യാനിച്ചൊന്നുമില്ല. ഇവിടെയാണ് നമ്മൾക്കുള്ള ഒരു പ്രശ്നം. ചിലപ്പോൾ ഇതൊന്നും വ്യാഖ്യാനിക്കാൻ എന്താ ക്ലിയറല്ലേ എന്ന് പറയും. അപ്പം ഇനി എന്താ ചെയ്യാം? ഒരു കാര്യം ചെയ്യാം. അങ്ങനെ കൃത്യമായി ദർശനം കണ്ടുവെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവേ, പരിശുദ്ധാത്മാവേ, അതിൻ്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് തരണേ. എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, അന്ന് ആ ദർശനം അങ്ങ് തന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റി, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരണേ. പെട്ടെന്ന് അതിൻ്റെ വ്യാഖ്യാനം വന്നു. വ്യാഖ്യാനം ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് പറയുകയായിരുന്നു, ഇദ്ദേഹം 2 ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത്, 2 വള്ളത്തിലാണ് കാല് വെച്ചിരിക്കുന്നത്. കണ്ടോ? വ്യാഖ്യാനം കണ്ടോ? അത് കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, കറക്റ്റാണ്, ശരിയാണ് ബ്രദറെ. അപ്പം ഈ 2 ബോട്ട് മേടിച്ച് തന്നത്, ബോട്ട് മേടിക്കുക എന്ന ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയല്ല 2 ബോട്ട് കാണിച്ചു തന്നത്. ബോട്ട് മേടിക്കുക എന്ന ഒരു ഭൗതിക കാര്യത്തിനല്ല, മറിച്ച് ഇദ്ദേഹത്തിൻ്റെ ആത്മസ്ഥിതിയുടെ ഉത്കൃഷ്ടം കാണിക്കാൻ വേണ്ടി, അതിനെ വളർത്താൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ കൗൺസിലിങ്ങും പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഒരു ലീഡറാണ്. പക്ഷെ അതേ സമയത്ത് എനിക്ക് പോണ്ടിച്ചേരിയിൽ ഒരു ബ്രാൻഡി ഷാപ്പുണ്ട്, ഒരു ഫോറിൻ ലിക്കർ. അതിവിടെ ആളുകൾക്കൊന്നും അറിഞ്ഞൂടാ. അത് വലിയ പരാജയമാണ്. മാത്രമല്ല, എനിക്ക് ആ ഒരു മകനേ ഉള്ളൂ, അവനാണ് അത് നടത്തണേ. അവനിപ്പോൾ ഇച്ചിരി മാനസിക വിഭ്രാന്തിയൊക്കെ ഇട്ടു. ഞാൻ പറഞ്ഞ്, അതാണ് ദൈവഹിതം അല്ലാത്തൊരു കാര്യമാണത്. അങ്ങനെ അത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതെനിക്കൊരു വലിയ ഉൾക്കാഴ്ചയായിരുന്നു. പണ്ട് നമ്മൾ ആന്തരിക വിശദീകരണ ധ്യാനം നടത്തുന്നതിനൊക്കെ മുമ്പ്
അങ്ങനെയാണ് ആന്തരിക വിശുദ്ധീകരണ ധ്യാനത്തിനെ കർത്താവ് എന്നെ അങ്ങ് ഫോഴ്സ് ചെയ്തു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം, നമ്മൾ ഇന്ദ്രിയങ്ങളിലുള്ള മലിനത മാറണം, നമ്മൾ ജ്ഞാനം കൊണ്ട് നിറഞ്ഞണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2-3 പോയിന്റ് വന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ വെളിപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു കാര്യത്തേക്ക് നമ്മളെ കൊണ്ടുപോയി. പത്രോസിന് കിട്ടിയ വെളിപാട്, പത്രോസിനെ ആ ദർശനത്തിൽ കാണിച്ചു കൊടുത്തതിൽ നമുക്ക് പറയാനുള്ള ആശയം ഇതാണ്. ദൈവം കേട്ടാൽ നിങ്ങൾക്ക് ഷോക്കടിക്കോ ഇല്ലയോ? ദൈവം എല്ലാ ജാതി മതസ്ഥരുടെയും പാപം ഏറ്റെടുത്ത് അവരെ വിശുദ്ധീകരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കൊർന്നേലിയോസ് ആരായിരുന്നു? യഹൂദനായിരുന്നോ? ക്രിസ്ത്യാനിയായിരുന്നോ? അല്ല, ഒരു വിജാതീയനായിരുന്നു. ഇന്നലെ നമ്മൾ നമ്മുടെ അടുത്ത് വന്ന രമ നായരുടെ സാക്ഷ്യം കിട്ടും. രമ നായർ സാക്ഷ്യം പറഞ്ഞില്ല, രമ നായരുടെ ഒരു അനുഭവം പറഞ്ഞു. രമ നായർ ഇപ്പോഴും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ രമ നായർ പറയുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു എന്നേ പറയാറുള്ളൂ. എന്ത് പറയുമ്പോഴും വായ തുറന്നാൽ പറയും പരിശുദ്ധാത്മാവിനോട്. എന്നെ വളരെ ആകർഷിച്ച ഒരു കാര്യമാണ് രമ ആദ്യം നമ്മുടെ 9 ദിവസത്തെ ധ്യാനം കൂടാൻ പരിശുദ്ധാത്മാവ് അവളോട് പറഞ്ഞു. 4 കുട്ടികളുള്ള ആളാണ്, കുഞ്ഞു കുട്ടികളാണ്. ഭർത്താവ് ഈ വിശ്വാസത്തിലേക്ക് അത്രയൊന്നും ആയിട്ടില്ല. എങ്ങനെ ഈ 4 കുട്ടികളെ വീട്ടിലിട്ടിട്ട് 9 ദിവസത്തെ ധ്യാനത്തിന് പോകും? ഈ സത്യക്രിസ്ത്യാനികളായ നമ്മൾ ആരെങ്കിലും പോകും? അങ്ങനെ പറയും. രമ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവെ നീ തന്നെ ക്രമീകരിക്കുക, എനിക്കറിയില്ല. ഞാനിത് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോണെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു പെണ്ണ് ഭർത്താവിനോട് പറയാൻ പറ്റുമോ, നിങ്ങൾ കൊച്ചിനെ നോക്കി ഇവിടെ ഇരിക്കും, ഞാൻ പോയി ധ്യാനം കൂടി വരട്ടേന്ന് നിങ്ങളാരെങ്കിലും പറയാൻ പറ്റുന്നോ? ഒന്നുമായിരിക്കും. പക്ഷേ അവൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു. പരിശുദ്ധാത്മാവിന് തന്നെ അത് ചെയ്യാൻ പറഞ്ഞു. ധ്യാനത്തിന് തലേ ദിവസമൊക്കെ ആയപ്പോൾ ആൾക്കാർ ആകെ വിഭ്രാന്തിയാകാൻ തുടങ്ങി. നാളെ ധ്യാനം തുടങ്ങും, എന്ത് ചെയ്യും? അപ്പോൾ ഭർത്താവ് വന്നിട്ട് അടുത്ത് വന്ന് പറഞ്ഞു, എന്താ നിനക്കൊരു പ്രയാസം? എന്തെങ്കിലും സന്ദേശം ഉണ്ടെന്നാ തോന്നണേ നിനക്ക്, അല്ലേ? ഉണ്ടെങ്കിൽ അതുമാതിരി ചെയ്തോട്ടോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങനെ 9 ദിവസത്തെ തോമസ് പോളിൻ്റെ ധ്യാനം കൂടാൻ കർത്താവ് പറയുന്നുണ്ട്. 9 ദിവസം ഞാൻ എങ്ങനെയാണ് പോണേ? ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, കുട്ടികളെയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ 4 ദിവസം ഈ 4 കുട്ടികളെ നോക്കി ഞാൻ അവർക്ക് വെച്ച് വിളമ്പി കൊടുത്ത് സ്കൂളിലൊക്കെ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോളാം. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു ഭർത്താവ് വീട്ടിൽ 4 കുട്ടികളെ നോക്കി അങ്ങനെ 9 ദിവസം അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അപ്പോൾ അക്രൈസ്തവരായവരും എല്ലാ ജാതി മതസ്ഥരെയും ഈ കാഴ്ചപ്പാടിലൂടെ അവരെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണെന്നും നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ അവരെ സുവിശേഷവൽക്കരിക്കാൻ പറ്റുള്ളൂ. അവരെ അവർക്ക് പിശാചുണ്ടോ, അവിടെ നിന്ന് പോകണ്ട, അവിടെ തുറണ്ട, ആ പിശാച് ഇങ്ങോട്ട് വരും. കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ പോകുന്നത് യഹൂദർക്ക് പാടില്ലാത്തതാണ്. പക്ഷെ എന്നിട്ട് അപ്പോൾ മോശയുടെ നിയമപ്രകാരം, ഫരിസേയ നിയമപ്രകാരം, യഹൂദ നിയമപ്രകാരം ഒരാൾ വിജാതിയൻ്റെ വീട്ടിൽ പോലും പോകാൻ പാടില്ല, വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ശതാധിപൻ, ഇത് കൊർന്നേലിയോസ് ഒരു ശതാധിപൻ, വേറൊരു ശതാധിപൻ്റെ കാര്യം നമുക്കറിയാലോ.
ആ ശതാധിപൻ ആദ്യം വന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞെന്താ, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് അവനെ സുഖപ്പെടുത്താം. ഈശോയായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പം ഞാനതിൻ്റെ അനിമേഷൻ ഫിലിം ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് അഡീഷൻസ് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ 2 ഫരിസേയർ വന്നിട്ട്, എന്താ നീ പറയണത്, നീ അവൻ്റെ വീട്ടിൽ പോകുന്നോ? അത് തെറ്റാണത്. അപ്പോൾ ഈശോ അയാളോട് പറയാണ്, ദൈവം കരുണയാണ്. ഇത്തരം പറഞ്ഞിരിക്കെ ശതാധിപൻ പറഞ്ഞു, അയ്യോ, അങ്ങൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. കാരണം യേശു ഒരു യഹൂദനാണ്. യേശു യഹൂദനാണ്. അതുകൊണ്ട് അങ്ങൻ്റെ വീട്ടിൽ വരുന്നത് ഞാൻ അതിന് യോഗ്യനല്ല. പക്ഷെ അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ പിടുത്തം സുഖം. ഇപ്പം ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നിപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാനതിൻ്റെ വേറൊരു വശം ഞാൻ പറയട്ടെ. നമ്മുടെ ശുശ്രൂഷകളൊക്കെ കൂടുതൽ ശക്തമാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്, വിമർശിക്കാൻ വേണ്ടിയല്ല. ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറേ, ഭയങ്കര അഭിഷേകം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്താണത്? ഈ ഇടയ്ക്ക് മദ്യപാനികളുടെ കാണുമ്പോൾ എനിക്ക് അവരോട് ഭയങ്കര കരുണ. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയിരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറയും, നാളെ മുതൽ നീ കുടിക്കില്ല. ഞാനിങ്ങനെ അവരുടെ കൈമ പിടിച്ചിട്ട് പറയും, നാളെ മുതൽ നീ കുടിക്കില്ല. ഇപ്പം എന്താണ് അവിടെ പറഞ്ഞത്? ഒരു വാക്ക്. പിന്നെ അവന് കുടിക്കാൻ പറ്റണില്ല, പിന്നെ അവന് കുടിക്കാൻ പറ്റണില്ല. അതാണ് കർത്താവ് ഈശോ പറഞ്ഞത്, വിശ്വാസത്തോടെ ഒരു വാക്ക്. ഇപ്പം ഇന്നലെ ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, ഒരാഴ്ച മുമ്പ് അവരെന്നെ